എമ്പുരാന്റെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഓവർ റേറ്റഡ് ആണോ എന്നുള്ളത്. മലയാളത്തിൽ നിന്ന് വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാളത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയ സിനിമയുടെ ഡയറക്ടർ അതേ ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് ടയർ ആക്ടർമാരിൽ ഒരാളായിട്ടുള്ള പൃഥ്വിരാജാണ്. മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇപ്പോൾ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ തന്നെ അവിടെ ടോപ്പ് ടയർ ആക്ടേഴ്സും ഉണ്ടാവും, ടോപ്പ് ടയർ ഡയറക്ടേഴ്സും ഉണ്ടാവും. ഇവരുടെ കോംബോയിൽ ഇറങ്ങുന്ന സിനിമകളായിരിക്കും മിക്കവാറും ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ട് മാറുക. മലയാളത്തിൽ അത്തരത്തിൽ കാലിബറുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും പൃഥ്വിരാജിന് അത്തരത്തിലുള്ള ഒരു മൂവി പുൾ ഓഫ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് സാധിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പൃഥ്വിരാജ് ഓവർ റേറ്റഡ് ആണോ? പൃഥ്വിരാജിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂസും അതേപോലെ തന്നെ റൗണ്ട് ടേബിൾ ഇൻ്റർവ്യൂസും ഒക്കെ കാണുമ്പോൾ തെലുങ്ക്, തമിഴ്, ഹിന്ദി ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ടാകുന്നത് പോലത്തെ ആ ഒരു പാൻ ഇന്ത്യൻ റീച്ചബിൾ ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്യാൻ പൃഥ്വിരാജ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തെലുങ്കിൽ ബാഹുബലിയുടെ രാജമൗലിയും, കന്നഡത്തിൽ KGF പ്രശാന്ത് നീലും, തമിഴിൽ LCUയുടെ ലോകേഷും ഒക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഇമ്പാക്റ്റ് മലയാളത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് പൃഥ്വിരാജ് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എമ്പുരാൻ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എമ്പുരാൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായതും സിനിമയെ വിമർശിക്കുന്നതും ഒക്കെയുണ്ട്. ഇതിലൊക്കെ മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ വിമർശിക്കപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് പൃഥ്വിരാജ് തന്നെയാണ്. ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത് കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ മലയാളത്തിൽ നിന്നും ഒരു ബാഹുബലിയോ KGF ഒക്കെ പൃഥ്വിരാജിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും പൃഥ്വിരാജിന് പണ്ട് മുതലേ സംവിധായകനാവാനായിരുന്നു താല്പര്യം, അഭിനയത്തിലായിരുന്നില്ല. അല്ലെങ്കിൽ പൃഥ്വിരാജ് പലപ്പോഴും സംവിധായകനായിട്ട് വരുമെന്നാണ് അവരൊക്കെ വിചാരിച്ചിരുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ വളരെ യാദൃശ്ചികമായിട്ട് അഭിനയത്തിലേക്ക് കടക്കേണ്ടി വന്നു. ഇത് ഭാവിയിൽ സംവിധായകനാവുന്ന സമയത്ത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ അത്രത്തോളം എക്സ്പീരിയൻസ് പൃഥ്വിരാജിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ആദ്യ സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് സിനിമയിൽ യൂസ് ചെയ്യുന്ന ക്യാമറയെ പറ്റിയും ലെൻസിനെ പറ്റിയും ഒക്കെ ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു പൃഥ്വിയെക്കുറിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് തന്നെ ഒരു ഡയറക്ടർ പുള്ളിയിലുണ്ടായിരുന്നു. പൃഥ്വിരാജ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്ന സിനിമ എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡ് ആയിരുന്നു. എന്നാൽ രാവണൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മണിരത്നം വിളിച്ചതുകൊണ്ട് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആയതുകൊണ്ടും അന്ന് പൃഥ്വിരാജ് രാവണൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സിറ്റി ഓഫ് ഗോഡ് പിന്നീട് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ ഡയറക്ടോറിയൽ ഫിൽമോഗ്രഫിയിൽ 3 സിനിമകളാണ് ഉള്ളത്: ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ. ഇതിൽ ലൂസിഫറും എമ്പുരാനും 3 സിനിമകൾ അടങ്ങുന്ന ഒരു ഫിലിം ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള അസ്രായേൽ എന്ന് പറയുന്ന സിനിമ അടുത്ത വർഷങ്ങളിൽ തന്നെ ഉണ്ടാവും. ഈ 2 സിനിമകളുടെയും ഇടയ്ക്ക് കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ് ബ്രോഡാഡി. കോവിഡ് സമയത്ത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും OTTക്ക് വേണ്ടി സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും അതിലേക്ക് ഡയറക്ടറായിട്ട് പൃഥ്വിരാജിനെ കൊണ്ടുവരികയുമായിരുന്നു. ഈ 3 സിനിമകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത 3 സിനിമകളിലും മോഹൻലാലായിരുന്നു നായകൻ. മാത്രമല്ല ഈ 3 സിനിമകളിലും പൃഥ്വിരാജും അഭിനയിച്ചിട്ടുണ്ട്. ലൂസിഫറിലും എമ്പുരാനിലും സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ട് വന്ന പൃഥ്വിരാജ് ബ്രോഡാഡിയിൽ മോഹൻലാലിൻ്റെ മകനായ ഈശോ ജോൺ കാറ്റാടി ആയിട്ടാണ് വന്നത്. 2019 പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലൂസിഫർ റിലീസാകുന്നത്. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് വളരെ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും സിനിമ ഹൈപ്പിനെ വളരെ വലിയ രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് ഭയങ്കര വലിയ വിജയമായിട്ട് മാറി. മലയാളത്തിൽ ഇറങ്ങിയ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഇത്രത്തോളം ലെയേഴ്സ് ഉള്ള സ്ക്രീൻ പ്ലേ വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കുക. അത് ലൂസിഫറിനുണ്ടായിരുന്നു. ആ സ്ക്രീൻ പ്ലേയുടെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഓരോ സീൻസും എടുത്തു വെച്ചിട്ടുള്ളത്. മോഹൻലാലിനെ പോലൊരു ആക്ടറിനെ കയ്യിൽ കിട്ടിയിട്ടും അനാവശ്യമായിട്ടൊന്നും ചെയ്യിപ്പിക്കാതെ വളരെ ചെറിയ സ്ക്രീൻ സ്പേസ് വെച്ച് തന്നെ ആ ഒരു മാസ് അപ്പീൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഫൈറ്റും മാസ് ഡയലോഗ്സും ഹീറോ എലവേഷൻസും ഒക്കെ കൊണ്ട് കൊമേഴ്ഷ്യലി സിനിമ നീതി പുലർത്തിയപ്പോൾ മറ്റൊരു സൈഡിൽ സട്ടിലായി ക്യാരക്ടർ ഇമോഷൻസും കഥാപശ്ചാത്തലവും ഇല്ലുമിനാറ്റി റെഫറൻസും ഒക്കെ കൊടുത്തിട്ട് പൃഥ്വിരാജ് സിനിമയ്ക്ക് വേറൊരു ആംഗിൾ കൊടുത്തു. വെറും ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല സിനിമ അല്ലാതെ ഒരുപാട് കാര്യങ്ങളിലൂടെ ലൂസിഫർ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് വളരെ വ്യക്തമായി തന്നെ പൃഥ്വിരാജ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ഡയറക്ടർ ബ്രില്യൻസും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രത്തോളം ബിഗ് ബഡ്ജറ്റ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമ, ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളും വലിയ താരനിരകളും ഒക്കെ വെച്ച് എടുക്കേണ്ട ഒരു സിനിമ, ഒരുപാട് സട്ടിലായ സ്ക്രിപ്റ്റും അത് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത് എടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല എത്രത്തോളം എക്സ്പീരിയൻസ് സിനിമയിലുണ്ടെന്ന് പറഞ്ഞാലും ആദ്യത്തെ സിനിമ തന്നെ ഇത്ര വലിയൊരു സ്കെയിലിൽ എടുക്കാൻ പൃഥ്വിരാജ് കാണിച്ച ധൈര്യം തന്നെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ വിജയത്തിന് ശേഷം പൃഥ്വിരാജ് എന്ന ഡയറക്ടർക്ക് ഒരുപാട് അപ്രിസിയേഷൻസും കിട്ടിയിട്ടുണ്ട്. ബ്രോഡാഡി ഒരു കംപ്ലീറ്റ് OTT പടമായിരുന്നു. സിനിമ ഡയറക്റ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിട്ടുള്ളതും. ഒരു ഫാമിലി എൻ്റർടൈനർ ആയിട്ടാണ് സിനിമ വന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പേഴ്സണലി അത്ര നല്ലതല്ലെങ്കിലും പിന്നീട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമായിരുന്നു ബ്രോഡാഡി. ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും റിച്ച് ഫ്രെയിംസും ഒക്കെ വെച്ച് പൊതുവെ മോഹൻലാൽ മീന പെയറൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്.
ആ ഒരു രീതിയിൽ സിനിമ സക്സസ് ആയിരുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ പോലെ വളരെ വലിയ സ്കെയിലുള്ള ഒരു ബിഗ് ബജറ്റ് സിനിമയിൽ നിന്നും ബ്രോഡാഡി പോലത്തെ ഒരു OTT സ്റ്റെപ്പിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലെങ്കിലും അതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. ലൂസിഫറിനും ബ്രോഡാഡിക്കും ശേഷം ചെയ്ത സിനിമയാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ വിജയത്തിനെ തുടർന്ന് തന്നെ അവർ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിന് എമ്പുരാൻ എന്ന് പറയുന്ന ടൈറ്റിലും കൊടുത്തിരുന്നു. അന്ന് തൊട്ട് തന്നെ സിനിമയ്ക്ക് വളരെ വലിയ എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് സിനിമയുടേതായിട്ട് പുറത്തു വരുന്ന ഓരോ ഷൂട്ടിംഗ് അപ്ഡേറ്റ്സും ആ എക്സ്പെക്ടേഷൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. ലൂസിഫറിനേക്കാൾ ലാർജ് സ്കെയിലിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ഷെഡ്യൂൾസ് ആയിട്ട് ഷൂട്ട് ചെയ്ത എമ്പുരാൻ പൃഥ്വിരാജിനെ പോലെ ഒരാൾക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തിയായി പോകുമോ എന്നറിയില്ല. പക്ഷെ മലയാളത്തിൽ നിന്നും ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റിൽ പുറത്തു വന്ന സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറി. എന്നാൽ എമ്പുരാന് ശേഷം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരുപാട് വിമർശനങ്ങൾ നേരിടാൻ തുടങ്ങി. പലരും ആസ് എ ഡയറക്ടർ പുള്ളി ഓവർ റേറ്റഡ് ആണെന്നുള്ള അഭിപ്രായത്തിലോട്ട് മാറി. സ്വാഭാവികം. ലൂസിഫർ പോലത്തെ ഒരു ലേയേർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നില്ല എമ്പുരാൻ്റെ എന്ന് തോന്നിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ കൂടുതലും കൊമേഴ്ഷ്യൽ എലമെന്റ്സ് മാത്രമുള്ളതായിട്ടും തോന്നിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ലൂസിഫറിലെ പോലെ ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നില്ല സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ കഥ ഡിമാൻഡ് ചെയ്യുന്നതും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് സത്യം. പിന്നെ സിനിമ ഒരുപാട് പൊളിറ്റിക്കലി ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യ ഒട്ടാകെ തന്നെ പൃഥ്വിരാജിന്റെ ആഗോള ബന്ധങ്ങൾ വരെ ചർച്ചയായി. മാത്രമല്ല പൃഥ്വിരാജ് പ്രൊമോഷണൽ ഇവന്റ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും സിനിമ ഇറങ്ങിയതിന് ശേഷം ചർച്ചയായി. അതുകൊണ്ടൊക്കെ കൂടിയാവാം ചിലർക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു ഓവർ റേറ്റഡ് ആയി തോന്നിയത്. ബട്ട് സ്റ്റിൽ സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ്സും അതുപോലെ തന്നെ ഓവറോൾ സിനിമ എടുത്തിരിക്കുന്ന രീതിയും വെച്ചിട്ട് ഓക്കെയാണ്. പൃഥ്വിരാജ് ഒരു നടനായും ഡയറക്ടറായും മാത്രമല്ല ഒരു ഇന്റലിജന്റ് ആയിട്ട് ഒരു ബിസിനസ്മാൻ കൂടിയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർക്കറ്റ് ചെയ്ത രീതിയും അങ്ങനെയായിരുന്നു. സോ വെറും 3 സിനിമ മാത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് വളരെ വലിയ വിഷനും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയിലെ ഡയറക്ടറിനെ ഓവർ റേറ്റഡ് ആണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള അസ്ത്രയായാലും ടൈസണും ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഒരു പ്രോപ്പർലി റേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറായിട്ടാണ് തോന്നിയത്.